ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷൻ ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. നെഗറ്റീവ്സിനെ ജീവിതത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നോക്കാം. നിങ്ങളുടെ പേഴ്സണെ പറ്റി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അവരുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെയോ ഫിനാൻഷ്യൽ അബണ്ടൻസ്, പ്രോസ്പിരിറ്റി ഒക്കെ ലഭിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവർ ഇപ്പോൾ ഫിനാൻഷ്യലി വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. അതാണ് കാണാൻ സാധിക്കുന്നത് അവരുടെ കറണ്ട് എനർജി. ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി അവരുടെ സ്വന്തം കാര്യം നോക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു വ്യക്തി സെൽഫ് ലവ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും ആ ഒരു വ്യക്തി അവരുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരു സമയം നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹത്തിന് ഒരു സമയം തികയുന്നില്ല. അതാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ട്. അവരിപ്പോൾ സെപ്പറേറ്റ് ആണെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പേഴ്സണ് നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകളാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത്. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഒക്കെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം ഓർത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിനൊരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നു. നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകണം എന്നുള്ളത് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം വാല്യുബിളായിട്ടാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഓർത്തിട്ട് കൺഫ്യൂഷനാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങളെന്നുള്ളൊരു വ്യക്തിയുടെ ചിന്തകളാണ് ആ ഒരു വ്യക്തിയിലുള്ളത്. അപ്പം നിങ്ങളെ തന്നെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെന്നുള്ള ലോകത്തിൽ ആ ഒരു വ്യക്തി സ്റ്റക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ആ ഒരു വ്യക്തി ഇപ്പോൾ ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. എന്തായാലും ഈ ഒരു സമയം നിങ്ങളെ കൺസിഡർ ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള ചാൻസ് കാണുന്നു. അതായത് നിങ്ങളുടെ പേഴ്സൺ വേറൊരു സിറ്റിയിലായിരിക്കാം. അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെ വന്ന് കാണണമെങ്കിൽ ട്രാവൽ ചെയ്ത് വരണം. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പം ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഓഫറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രപ്പോസലായിട്ട് വരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി വളരെയധികം പൊക്കമുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അതായത് ആ ഒരു വ്യക്തിക്ക് വളരെയധികം ഹൈറ്റ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ വളരെയധികം കാണാൻ കുറച്ചുകൂടെ നല്ല ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ വരാൻ ആഗ്രഹിക്കുന്നു. അതാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുക്കുന്നത്.
ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റക്കാണെന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് സാക്രിഫൈസും ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം തയ്യാറാണ്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ പാസ്റ്റിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ആ ഒരു പാസ്റ്റിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഒരു എൻലൈറ്റ്മെൻറ്റ് കിട്ടിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെ കറണ്ട് ലൈഫ് നന്നാക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തി വളരെയധികം സാക്രിഫൈസ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തി സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. കാരണം ഓൾറെഡി പാസ്റ്റിലെ ലെസൺസ് എല്ലാം ഈ ഒരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തി ഇപ്പോൾ തയ്യാറാണെന്നാണ് കാണുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സണൽ ട്രൂ ഇൻറ്റൻഷൻ നോക്കട്ടെ. ഈ ഒരു വ്യക്തി അവരുടെ സ്നേഹം നിങ്ങൾക്ക് തരാനായിട്ട് വരുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് വളരെയധികം കാണുന്നു. അതായത് ഈ ഒരു വ്യക്തി കുറച്ച് ദൂരെ നിന്നാണ് വരാൻ പോകുന്നത്. അതായത് നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉള്ളതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്ന് കഴിയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതായത് അവരുടെ ഇമോഷൻസ് എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു പേഴ്സണാണ്. അത് കാരണം മനസ്സിൽ എന്താണെന്നുള്ളത് ആർക്കും പിടികിട്ടുകയില്ല. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം റൊമാൻറ്റിക് ആയിരിക്കുകയില്ല. എന്തായാലും ഒരു അതോറിറ്റി പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് വളരെയധികം കുറ്റബോധമുള്ളതായിട്ട് കാണുന്നു. കാരണം ആ ഒരു വ്യക്തിയുടെ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെ ഓർത്തിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി ഒരുപാട് കുറ്റബോധം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ചെയ്തു പോയ കാര്യങ്ങളെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഈ ഒരു വ്യക്തി വളരെയധികം സങ്കടത്തിലാണ്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുമായിട്ടൊരു റീയൂണിയനാണ്. അതായത് നിങ്ങളുടെ ലൈഫിന് ഒരു പ്രകാശം കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അവരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ നിങ്ങളുമായിട്ടൊരു റീയൂണിയനാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ബോട്ടം എനർജി കിട്ടിയതും ഒരു റീയൂണിയൻ കാർഡാണ്, 3 ഓഫ് കപ്സ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം അവരുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ആണെങ്കിലും നിങ്ങളെപ്പറ്റി ആ ഒരു വ്യക്തി വളരെയധികം ഓർക്കുന്നുണ്ട്. നിങ്ങളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. ആ ഒരു വ്യക്തി വേറൊരു സിറ്റിയിൽ നിന്ന് നിങ്ങളെ കാണാനായിട്ട് വരാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അവരുടെ സ്നേഹം നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാണ് കാണുന്നത്. നിങ്ങളുമായിട്ടൊരു റീയൂണിയനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇനിയും നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കട്ടെ. നിങ്ങൾ ഈ ഒരു സമയം ഇമോഷണലി വളരെ ബാലൻസ്ഡ് ആണെന്നാണ് കാണുന്നത്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. എന്തായാലും ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിൽ. അതിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള സൈൻസ് എന്തെങ്കിലും കാണുന്നുണ്ടായിരിക്കാം. ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടായിരിക്കാം, ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സയൻസ്, പോസിറ്റീവായിട്ടുള്ള സയൻസൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കാം. അപ്പം ഏതായാലും നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളൊരു ലൈഫിലൊരു പുതിയ തുടക്കം കൊണ്ടുവരണം. അപ്പം അതിനെ പറ്റിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എന്താണ് നിങ്ങളുടെ പേഴ്സണോടുള്ള എനർജി നോക്കട്ടെ.
നിങ്ങളുടെ പേഴ്സണോട് ഈ ഒരു സമയം നിങ്ങൾക്കൊരു ആഴത്തിലുള്ള ഒരു പ്രണയം തോന്നുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. യൂണിവേഴ്സായിട്ടാണ് നിങ്ങളെ തമ്മിൽ മീറ്റ് ചെയ്യിച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതായത് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് മുൻജന്മ ബന്ധം ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു ഇത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ നോക്കുകയാണ്. ആ ഒരു കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് നോക്കട്ടെ. ഈ ഒരു പേഴ്സൻ്റെ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഏത് സമയവും കടന്നു വരുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയ സമയം തൊട്ടേ ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്ന്, അല്ലെ ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് വേർപെട്ട് പോകാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പം ഈ ഒരു വ്യക്തിയുമായിട്ടൊരു പുതിയ തുടക്കമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. നിങ്ങൾക്കും ഈ ഒരു വ്യക്തിയെ വിട്ടിട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിനെ പറ്റിയിട്ടായിരിക്കാം ചിന്തിക്കുന്നത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. എന്തായാലും ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ടാണ് ഈ ഒരു വ്യക്തിയെ കാണുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നു ഈ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ സ്ട്രെങ്ത്, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീക്ക്നെസ് എന്ന്. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനായിട്ട് ചിലപ്പോൾ ഈ ഒരു വ്യക്തി സഹായിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളെ. അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് സിറ്റുവേഷനിലും നിങ്ങൾക്ക് താങ്ങായിട്ട് വളരെയധികം കെയർ ചെയ്ത് ഈ ഒരു വ്യക്തി നിന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ സ്ട്രെങ്ത് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ വളരെയധികം മിസ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ തന്നെ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ എനർജിയിലും നിങ്ങളുടെ പേഴ്സൺ എനർജിയിലും പേജ് ഓഫ് സോൾസ് ആണ് എനിക്ക് കാണാൻ കഴിയുന്നത്. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ആ ഒരു പേഴ്സണും നിങ്ങളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെയധികം ക്യൂരിയസ് ആയിട്ട് രണ്ടുപേരും ഇരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഈ ഒരു സമയം വളരെയധികം ആ ഒരു പേഴ്സണെ വിട്ടുകളയാനായിട്ട് നിങ്ങൾ ഈ ഒരു സമയം റെഡി അല്ലെന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല ആ ഒരു പേഴ്സണോട്. നിങ്ങൾ നിങ്ങളുടെ സ്നേഹം ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. അവരുടെ സോളിൽ മെസ്സേജാണ് നോക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഈ ഒരു സമയം അവരുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ജോബ് എന്ന് പറയുന്നത് വളരെയധികം എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ജോബാണ്. അതുപോലെ തന്നെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ളൊരു പാസ്റ്റ് മെമ്മറീസ് ആണ് ഈ ഒരു സമയം ഓർത്തെടുക്കുന്നത്. വളരെയധികം മിസ്സ് ചെയ്യുന്നു നിങ്ങളെ, അതാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ പറയാനുള്ളത്?
ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്താണ് നമുക്ക് കിട്ടിയേക്കുന്നത് കാർഡ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൾറെഡി എൻഡായി പോയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതിനൊരു റീബർത്ത് വേണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അപ്പം ഈ ഒരു വ്യക്തിയുടെ നമ്മുടെ എനർജി നോക്കിയപ്പോഴും ആ ഒരു വ്യക്തി ഒരു റീയൂണിയനാണ് ആഗ്രഹിക്കുന്നത്. ഇനി യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, എനിക്ക് നിങ്ങളുടെ ആ ഒരു യൂണിവേഴ്സിൻ്റെ ആ ഒരു ഗൈഡൻസ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഒരു പെയിൻഫുൾ എൻഡിങ് ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഏറ്റവും അധികം വിശ്വസിച്ച ഒരു വ്യക്തി നിങ്ങളെ ചതിച്ച ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി നിന്ന ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി നിങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു വിശ്വാസവഞ്ചന കിട്ടി എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ആ ഒരു വ്യക്തിയെ നഷ്ടമായ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആ ഒരു നഷ്ടമെന്ന് പറയുന്നത് വളരെയധികം ഒരു നഷ്ടമുള്ളതായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴും ആ ഒരു നഷ്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും കരകയറാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പം എന്തായാലും നിങ്ങളുടെ ലൈഫിൽ എന്തു തന്നാലും ആ ഒരു നഷ്ടത്തിന് പകരമാവില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഏത് വഴി തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഏത് വഴി തിരഞ്ഞെടുത്താൽ എൻ്റെ ലൈഫ് ഫ്യൂച്ചറിൽ സക്സസ് ആവും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്, നിങ്ങൾക്ക് നഷ്ടമായ ആ ഒരു എന്താണോ നിങ്ങൾക്ക് ലൈഫിൽ നഷ്ടമായത് അതിനേക്കാൾ വലിയ സന്തോഷങ്ങളാണ് വരാനിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു ക്രോസ് റോഡിലാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിലൊരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഫ്യൂച്ചറിൽ ഒരു സക്സസ് ആണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു നഷ്ടബോധത്തിൽ തന്നെ ഇരിക്കേണ്ടവരല്ല. ജീവിതമാവുമ്പോൾ പാസ്റ്റിൽ തന്നെ സ്റ്റക്കായിട്ട് തുടരുകയല്ല വേണ്ടത്. നമുക്ക് ഫ്യൂച്ചറിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുക, ഫ്യൂച്ചറിലേക്ക് പോവുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് ഒരു അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത്. യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ഇതായിരുന്നു. ഇനി ഇവിടെ വന്നിരിക്കുന്ന ക്ലോസും കൂടി നോക്കാം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഫോട്ടോഗ്രാഫി, 31, 51, പൂയം നക്ഷത്രം, ഉത്രട്ടാതി നക്ഷത്രം, എടവം മന്ത്, നമ്പർ 4, മൂവീസ്, 1982, 13, നമ്പർ 3, മൈസൂർ, ബ്ലൂ കളർ, ആലപ്പുഴ, ടുമോറോ, മൂലം നക്ഷത്രം, മേടം മന്ത്, 2 weeks, കുംഭം, എസ് പോസിബിൾ, സോഷ്യൽ മീഡിയ, ഭരണി നക്ഷത്രം, ഡ്രൈവർ, ബാംഗ്ലൂർ, കോഴിക്കോട്, മൂന്നാർ, അനിഴം, അനിഴ നക്ഷത്രം, വയലറ്റ്, ലെറ്റർ ജെ, വിശാഖം നക്ഷത്രം, ഫെബ്രുവരി മന്ത്, ഗാർഡനിങ്, അബുദാബി, നവംബർ 36, മലപ്പുറം ഡിസ്ട്രിക്റ്റ്, കൊല്ലം ഡിസ്ട്രിക്റ്റ്, കാർത്തിക, ജൂൺ, ലെറ്റർ എ, മജന്ത കളർ. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. ആരെങ്കിലും ഒക്കെ ആയിട്ട് റെസൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.